വലിയ കാൽപ്പാടുകൾ കണ്ടു, മനുഷ്യരുടെ വളരെ വലിയ കാൽപ്പാടുകൾ കണ്ടു. അപ്പോൾ അവർ ഇവിടെ ജയൻറ്റുകളാണ്, രാക്ഷസന്മാരുടെ സ്ഥലമാണെന്നാണ് വിചാരിച്ചത്. ഈ സ്ഥലത്ത് ഗ്ലേസിയേഴ്സ്, ഡെസേർട്ടുകൾ, നമ്മളുടെ റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ളതാണ് ഈ പാറ്റഗോണിയൻ റീജിയൻ. ഈ യാത്രയുടെ ഇടയിൽ നമ്മൾ ലാമാസിനെ കണ്ടിരുന്നു. ലാമ എന്ന് പറയുന്ന മൃഗം ആടിന് ഒട്ടകത്തിലുണ്ടായതുപോലെ ഒരു ജീവിയാണ്. ചെമ്മരിയാടിനെ കൊണ്ടുവന്ന ഒരാൾ ഇങ്ങനെ റൗണ്ടിൽ നടന്നു, ചെമ്മരിയാട് അയാളുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ ഇയാളും വേറൊരാളും കൂടിയിട്ട് ഈ ചെമ്മരിയാടിനെ 4 കാലുകളും പിടിക്കും. എന്നിട്ട് ഈ ആടിൻ്റെ രോമം കട്ട് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ചിലിയിലെ മൊണ്ടെവീഡിയോയിലുള്ള വൈൻയാർഡ്സ് എല്ലാം കണ്ടതിന് ശേഷം കപ്പലിൽ കയറി ഒരു രാത്രിയിലെ യാത്ര കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മളെത്തുന്നത് അർജൻറ്റീനയുടെ പാറ്റഗോണിയൻ സൈഡായ പോർട്ടോ മാർഡിയൻ എന്ന് പറയുന്ന പോർട്ടിലാണ്. അതൊരു പോർട്ട് സിറ്റിയാണ്. ചുബൂട്ട് എന്നും അതിന് മറ്റൊരു പേരുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ, കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാർഫിൻ്റെ മറ്റേ സൈഡിലൊരു, നമ്മളുടെ കപ്പലിൻ്റെ അത്ര വലുപ്പമില്ലെങ്കിലും ഏതാണ്ട് നമ്മുടെ ഷിപ്പിൻ്റെ സൈസുള്ള മറ്റൊരു ഷിപ്പും അവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പലിലുള്ള യാത്രക്കാരെയും ഷോർ എക്സ്കർഷന് കൊണ്ടുപോകാൻ ഒരു 8, 10, 12 ബസ്സുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 2 ബസ്സുകളിൽ യാത്രക്കാരെല്ലാവരും കയറി. അവിടെ നിന്നുള്ള യാത്ര എന്ന് പറയുന്നത് ഈ പാറ്റഗോണിയൻ സൈഡ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ ചിലിയുടെയും അർജൻറ്റീനയുടെയും ഒരു വശം മുഴുവൻ ഉൾപ്പെടുന്നതാണ് ഈ പാറ്റഗോണിയൻ റീജിയൻ എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തുന്നത് ഒരു 1500കളിൽ മെഗല്ലനാണ്. മെഗല്ലനൊക്കെ യാത്ര ചെയ്ത ഡ്രേക്ക് പാസേജ്, മെഗല്ലൻ സ്ട്രേറ്റ് എന്നൊക്കെ പറയുന്ന കടലിടുക്കുകളിലൂടെയാണ് ഇങ്ങോട്ട് മെഗല്ലൻ യാത്ര ചെയ്തത്. അപ്പോൾ അവരിവിടെ ആദ്യം വന്നപ്പോൾ ഈ പാറ്റഗോണിയൻ റീജിയൻ്റെ പടിഞ്ഞാറ് വശത്ത് ആൻഡീസ് പർവ്വതനിരയും കിഴക്ക് വശത്ത് അറ്റ്ലാന്റിക് ഓഷനുമാണ്. ഇവിടെ ആൻഡീസ് പർവ്വതനിര അതിൻ്റെ തെക്കേ അറ്റമാണ്. ഒരു 1500-2000 മീറ്റർ ഹൈറ്റുള്ള ഭയങ്കര വലിയ പർവ്വത നിരയല്ല. ഇവിടെ പൊതുവെ ഉയരം കുറഞ്ഞ ഭാഗമാണ്. ഈ സ്ഥലത്ത് ഗ്ലേസിയേഴ്സ്, ഡെസേർട്ടുകൾ, നമ്മളുടെ റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ളതാണ് ഈ പാറ്റഗോണിയൻ റീജിയൻ. പാറ്റഗോണിയ എന്ന് പറയുന്നത് വലുപ്പമേറിയ കാൽപ്പാട് എന്നാണ് അതിന് അർത്ഥം. മെഗല്ലൻ ഇവിടെ വന്നപ്പോൾ വലിയ കാൽപ്പാടുകൾ കണ്ടു, മനുഷ്യരുടെ വളരെ വലിയ കാൽപ്പാടുകൾ കണ്ടു. അപ്പോൾ അവർ ഇവിടെ ജയൻറ്റുകളാണ്, രാക്ഷസന്മാരുടെ സ്ഥലമാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ വലിയ കാൽപാദം എന്നർത്ഥമുള്ള പാറ്റഗോണിയ എന്നുള്ള പേര് ഇതിന് കൊടുത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അവിടുത്തെ ട്രൈബൽസിൻ്റെ കാൽപ്പാടുകളായിരുന്നു. അവർക്ക് ഒരു ആവറേജ് ഒരു 5'10" 6'4" ഇടയിൽ, 6 അടി 4 ഇഞ്ചിനും ഇടയിൽ ഹൈറ്റ് ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് തന്നെ ആവറേജ് ഒരു 5'6", 5'7", 5'8" ഒക്കെ സ്ത്രീകൾക്ക് പോലും ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാദ്യം ഇവർ ഈ കാൽപ്പാടുകൾ കണ്ടപ്പോൾ ഇവിടെ രാക്ഷസന്മാരുടെ സ്ഥലമാണെന്നാണ് അവർ വിചാരിച്ചത്. പാറ്റഗോണിയൻ റീജിയനിൽ ഞങ്ങൾ ഈ പ്യൂർട്ടോ മാർട്ടേറിൽ, പ്യൂർട്ടോ എന്ന് പറയുന്നത് പോർട്ട് എന്നാണ് അർത്ഥം, പോർട്ടോ മാഡ്രിനിൽ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് ഒരു ഫാം ഹൗസിലേക്കാണ്. ചെമ്മരിയാടുകളെ വളർത്തുന്ന ഒരു ഫാം ഹൗസിലേക്കാണ് ഞങ്ങൾ ലഞ്ചിന് പോകുന്നത്. അപ്പോൾ ആ യാത്ര എന്ന് പറയുന്നത് ഒരു ഗംഭീര യാത്രയാണ്. റോഡ് നല്ല വീതിയുള്ള റോഡാണ്, പക്ഷെ ടാർ ചെയ്ത റോഡല്ല, പൊടി ഉള്ള കച്ചാ റോഡെന്ന് പറയുന്ന തരം റോഡാണ്. ആ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വല്ല ചന്ദ്രനിലൂടെ ബസ്സിൽ പോവുകയാണെന്ന് തോന്നും. ഒന്നുമില്ല, ഇങ്ങനെ ബാരനായിട്ട് കിടക്കുന്ന സ്ഥലം, ഹൈറ്റുള്ള ഒറ്റ മരങ്ങൾ പോലും ഇല്ല. എനിക്ക് തോന്നുന്നു അവിടെ
നല്ല ശക്തിയായ കാറ്റുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. അവിടെ വലിയ വൻമരങ്ങളൊന്നുമില്ല, കുറ്റിക്കാടുകളാണ്. അവരതിനെ ഡെസേർട്ട് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. കുറ്റിക്കാടുകളാണ്, ചെറിയ നമ്മളുടെ ഒരു അരയ്ക്കൊപ്പം വലുപ്പമുള്ള ചെടികളാൽ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഗൈഡ് പറയുന്നത് ആ ചെടികളുടെ ഇടയിൽ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള ചെടികളുണ്ട്, എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആയുർവേദം പോലെ ഈ പാറ്റഗോണിയൻസ് അവരുടെ അസുഖങ്ങൾക്ക് മുഴുവൻ ട്രീറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഈ കുറ്റിക്കാടുകളിൽ നിന്ന് അവർ എടുക്കുന്ന ചെടികളുടെ എക്സ്ട്രാക്ട്സാണ് അവർ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ നമ്മൾ ലാമാസിനെ കണ്ടിരുന്നു. ലാമ എന്ന് പറയുന്ന മൃഗം ആടിന് ഒട്ടകത്തിലുണ്ടായതുപോലെ ഒരു ജീവിയാണ്. അത് ഒട്ടകത്തിൻ്റെ പോലെ നീണ്ട കഴുത്തും ഒട്ടകത്തിൻ്റെ ഒക്കെ പോലെയുള്ളൊരു തലയും ആടിൻ്റെ ഒക്കെ ഒരു ശരീരമാണ്, ചെറുതാണ്. ഈ ലാമയോട് സാദൃശ്യമുള്ള മൃഗത്തിനെ അവർ വിളിക്കുന്നത് വിക്കൂന എന്നാണ്. വിക്കൂന. നമുക്ക് ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത്ര മനസ്സിലാവില്ല. ഇത് ഏതാണ്ട് ഒരു ആടും മാനും ഒട്ടകത്തിൻ്റെ പോലെ നീണ്ട കഴുത്തുമൊക്കെയുള്ള ഒരു മൃഗമാണ്. അപ്പം ഇവരെയും ചെമ്മരിയാടുകളെയൊക്കെ പിടിക്കാൻ പൂമ എന്നാണോ എന്നറിയില്ല, പുലിയുടെ വർഗത്തിൽ പെട്ടിട്ടുള്ള ഒരു ജന്തു ഈ കാടുകളിലുണ്ടെന്നാണ് പറയുന്നത്. പൂമ. നമ്മൾ പൂമ ഷൂസൊക്കെ പറയുന്ന അതിലുള്ള പിക്ചർ ഉണ്ടല്ലോ, ഒരു പുലിയുടെ പിക്ചർ, ചാടുന്ന ഒരു പുലിയുടെ പിക്ചർ, അതാണ് പ്യൂമ. അപ്പോൾ ഈ പ്യൂമകൾ ഇവിടെ നിറയെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആടുകളെ രക്ഷിക്കാൻ ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള വേട്ടനായ്ക്കളെ ഈ ഫാം ഉള്ള ആളുകൾ വളർത്തും. വലിയ ഷെഡുകളും തൊഴുത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ആടുകളെ സുരക്ഷിതമായി പൂട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ കാട്ടിൽ ഈ ആടുകളെ മേയാൻ വിടും, കൂടെ സംരക്ഷിക്കാൻ ഈ ഇറ്റാലിയൻ വേട്ടപ്പട്ടികളും ഉണ്ടാവും. അങ്ങനെ കിലോമീറ്ററുകളോളം ഞങ്ങൾ ഈ ഡെസേർട്ട് പോലെയുള്ള ഇതിലൂടെ കുറ്റിക്കാടിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്തിട്ട് അവസാനം ഇതിൻ്റെ നടുവിൽ ഒരു നില മാത്രമുള്ള ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു ഫാം ഹൗസിൽ എത്തി. In this moment, as a lot of ranches have been abandoned, we have the problem of the puma. Oh, yeah? Puma, yes. So look at these white dogs. These are dogs from the north of Italy, and dogs that are special dogs to protect. അവിടെയാണ് ഞങ്ങൾക്ക് ലഞ്ച് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തെ കാഴ്ചകളുണ്ട്. അവർ കൂട്ടിൽ വലിയ മയിൽ, നമ്മളിവിടെ കാണുന്ന മയിലിനേക്കാളൊക്കെ നല്ല തടിയുള്ള നല്ല വലുപ്പമുള്ള ആൺമയിലിനെ അവരവിടെ വളർത്തുന്നുണ്ട്. കോഴികളുണ്ട്. അതൊക്കെ പിന്നെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള മുട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കണം. കോഴികളുണ്ട്, ചെമ്മരിയാടുകളുണ്ട്. അപ്പം ആദ്യം അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഹാളിൽ ഈ ഗാലറി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ യാത്രികരെല്ലാവരും വന്നിരുന്നു. പിന്നെ അവരുടെ ഒരു പ്രകടനമാണ്. ഒരു ചെമ്മരിയാടിനെ കൊണ്ടുവന്ന ഒരാൾ ഇങ്ങനെ റൗണ്ടിൽ നടന്നു, ചെമ്മരിയാട് അയാളുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ ഇയാളും വേറൊരാളും കൂടിയിട്ട് ഈ ചെമ്മരിയാടിനെ 4 കാലുകളും പിടിക്കും. എന്നിട്ട് ഈ ചെമ്മരിയാടിൻ്റെ രോമം കട്ട് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ അതിന് ഒരു യന്ത്രമുണ്ട്. അതിന് ഇങ്ങനെ വലിയൊരു ഷേവർ, നമ്മുടെ ഷേവ് ചെയ്യുന്ന ഇലക്ട്രിക് ഷേവർ പോലെ ഇലക്ട്രിക്കായിട്ടുള്ള ഒരു ഷേവറുണ്ട്. ആ സാധനം വെച്ചിട്ട് ഇതിൻ്റെ ദേഹത്തുനിന്ന് ഈ രോമങ്ങൾ ഷേവ് ചെയ്തെടുക്കുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവർ കാണിച്ചു തന്നു. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നല്ല അഴുക്ക് പിടിച്ച കറുത്ത വെളുത്ത രോമങ്ങളാണ്. പക്ഷെ അത് പൊടിയൊക്കെ പിടിച്ച് ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇതിനെ പിന്നീട് എത്രയോ പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് ഈ കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള നൂലുകൾ ഉണ്ടാക്കുന്ന, അത് ഒരുപാട്
ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഇവർ ഈ ഷേവർ കൊണ്ട് ഷേവ് ചെയ്യും. പിന്നെ വയറിനടിയിലെ ചില ഭാഗത്ത് ഈ ഷേവർ വർക്ക് ചെയ്യാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ടുള്ള രോമമുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വലിയൊരു കത്രിക കൊണ്ടുവന്നിട്ട് ഈ രോമം കട്ട് ചെയ്യും. അങ്ങനെ ഈ നല്ല തടിയുള്ള ആട് ഈ രോമം മുഴുവൻ എടുത്തു കഴിയുമ്പോൾ ഒരു മെലിഞ്ഞ ആടായിട്ട് മാറും. വർഷത്തിലൊരിക്കലാണ് അവർ ഈ രോമം വടിച്ച് എടുക്കുന്നത്. ചെമ്മരിയാടിൻ്റെ പാലും ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കാനൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് ആ ഫാം ഹൗസിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ആട്ടിൻകുട്ടീനെ ഈ രോമമൊക്കെ കളഞ്ഞ് ആട്ടിൻകുട്ടീനെ തൊലി പൊളിച്ചിട്ട് അതിനെ ഇങ്ങനെ ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ നിവർത്തിയിട്ട് അപ്പോൾ 2 കൈ ഇങ്ങനെയും 2 കാല് ഇങ്ങനെയും ആയിട്ടുള്ള രൂപത്തിൽ അതിനെ ഗ്രില്ല് ചെയ്യുന്നത് നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം. വലിയ തീക്കൊണ്ടത്തിൻ്റെ മീതെ അതിൻ്റെ മീതെയായിട്ട് അതിൽ തീയിൽ ടച്ച് ചെയ്യാതെ ഇതിനെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് കൊണ്ട് അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകുകയും അത് വേവുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പിന്നീട് കട്ട് ചെയ്ത് അവരുടെ ചില സാധനങ്ങളൊക്കെ ചേർത്ത് ചില മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ തരികയും ചെയ്തു. അതിനുള്ളിലെ കാഴ്ചകൾ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഈ രോമം കളക്ട് ചെയ്യുന്നതും അതിൻ്റെ അപ്പോൾ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പലൊരു സ്ഥലത്ത് അടുക്കുമ്പോൾ ആ കപ്പലിലുള്ള ആൾക്കാർ ആ നാട്ടിലെ കാര്യങ്ങൾ കാണിക്കാൻ. അപ്പോൾ 2 കപ്പലുകളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു 2 ബസ്സിലുള്ള ആൾക്കാർ അവിടെ ഈ പെർഫോമൻസ് കണ്ട് പോയി കഴിഞ്ഞു ഇറങ്ങുന്നു, ഞങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. ഈ 10-12 ബസ് ആൾക്കാർ വരില്ലേ. അങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ട്രിപ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആടുകളെയൊക്കെ രോമം മുറിക്കാതെ വെച്ചിരിക്കുകയാണ് നമ്മളുടെ മുമ്പിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് ഒരാടിൻ്റെ ഹെയർ റിമൂവ് ചെയ്തു. അതുപോലെ മറ്റ് ബസ്സുകാർക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു വരണ്ട കാലാവസ്ഥയായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. തണുപ്പുള്ള ഒരു സീസൺ ഉണ്ടാവുമായിരിക്കും അവർക്ക്. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഇത്തിരി ചൂടുള്ള നല്ല വരണ്ട കാറ്റുള്ള ഒരു സീസണിലാണ് ഞങ്ങളവിടെ പോയത്. പിന്നീട് അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഈ പാറ്റഗോണിയൻ റീജിയണിൽ ഈ അറ്റ്ലാന്റിക് ഓഷൻ്റെ സൈഡിൽ ഈ ബീച്ച് വളരെ താഴെയാണ്. ബീച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മളിങ്ങനെ ഒരു വിരലിൻ്റെ നഖം കൊണ്ട് ഇങ്ങനെ കുത്തിയാൽ ഒരു ചന്ദ്രക്കല ആകൃതിയിൽ ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ മലയിടുക്കാണ്. മറ്റേ ഈ ലാൻഡ് ശരിക്കും ഈ കടലിൽ നിന്ന് ഒരു 10-20 മീറ്റർ ഹൈറ്റിലാണ് ഈ ലാൻഡ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കടൽ അടിച്ച് കയറിയിട്ട് ഇടയിൽ ഇങ്ങനെ റാ ഷേപ്പിൽ ചില ഭാഗങ്ങളിൽ മണ്ണ് പോയിട്ട് അവിടെ ഒരു ചെറിയ ബീച്ചായിട്ട് രൂപപ്പെടും. വളരെ ചെറിയ പ്രൈവറ്റ് ബീച്ചസ് പോലെ ഉണ്ടാവും. ഈ ബീച്ചുകളിൽ സീ ലയൺസ് അല്ലെങ്കിൽ സീൽ എന്ന് നമ്മൾ പറയുന്ന ജീവികൾ ഇങ്ങനെ കയറി വെയിലേറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല മടി പിടിച്ച് വെയിലേറ്റ് നല്ല സുഖിച്ച് കിടന്നുറങ്ങണം. ഈ സീ ലയൺസിൻ്റെ മേറ്റിംഗ് പ്രജനന കാലമാണ്, മേറ്റിംഗ് സീസണായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇതിലുണ്ട്. ഈ പീഠഭൂമിയുടെ ഈ ഭാഗത്ത് വലിയ ഗുഹകൾ പോലെയൊക്കെ ഉണ്ട്.
അത് ഈ കടൽ അടിച്ച് തിരയടിച്ച് നല്ല കടൽക്ഷോഭമുള്ള കാലത്തൊക്കെ അടിച്ച് ഈ മണ്ണൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഗുഹകൾ പോലെ കിട്ടുക, അതിൻ്റെ ഉള്ളിലൊക്കെ ഈ സീ ലയൺസ് കയറി കിടക്കുന്നുണ്ട്. ചിലർ ഈ കിടക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വെയിൽ കൂടിയതുകൊണ്ടാണ് കയറി ഈ ഗുഹയിലേക്ക് പോവും, പിന്നെ കടലിലേക്ക് വരും, കടലിൽ കുറച്ച് നേരം കുത്തിമറിയും. ചിലപ്പോൾ മീൻ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും, ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ കരയിലേക്ക് കയറും. ആ കാഴ്ചകൾ ഞങ്ങൾ യാത്രികർ കുറേ നേരം ക്യാമറ സൂം ചെയ്തിട്ടും ബൈനക്കുലറുള്ള ആളുകൾ ബൈനക്കുലർ വെച്ചിട്ടും ഒക്കെ കണ്ടു. അങ്ങനെ യാത്രക്കിടയിൽ വിക്കൂനകളെയും ഫാമിലെ ചെമ്മരിയാടുകളെയും മയിലിനെയും ഒക്കെ കണ്ട് സമൃദ്ധമായ ഒരു ലഞ്ചിന് ശേഷം സീ ലയൺസിനെയും അവരുടെ വിഹാര രംഗത്തെയും ഒക്കെ കണ്ട് സംതൃപ്തി അടഞ്ഞ യാത്രികർ തിരിച്ച് നോർവീജിയൻ സ്റ്റാർ എന്ന ഞങ്ങളുടെ താൽക്കാലിക ഭവനത്തിലേക്ക് തിരിച്ച് യാത്ര ചെയ്യും.